ഹലോ എവറി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോസ് ഓഫ് മോഷനെ പറ്റിയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ്. അത് നമുക്ക് കുറേ കാര്യങ്ങൾ ഇത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇനി അങ്ങോട്ടത്തേക്കുള്ള എല്ലാ ചാപ്റ്റേഴ്സിലും ലോസ് ഓഫ് മോഷനുള്ള ഐഡിയാസ് വരുന്നതായിരിക്കും. അതായത് നിങ്ങൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററിനകത്ത് വർക്ക് ഫോർ എനർജി, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, ഗ്രാവിറ്റേഷൻ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്, ഫ്ലൂയിഡ്സ് എല്ലാത്തിനകത്തും ഈ ലോസ് ഓഫ് മോഷൻ്റെ ഐഡിയാസ് വരുന്നതായിരിക്കും. ഓക്കെ, സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ്. കുറച്ച് കോംപ്ലിക്കേഷൻസ് ഇടയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇൻക്ലൈൻ പ്ലെയിൻസ് എത്തുന്ന സമയത്ത് കുറച്ചൊരു കോംപ്ലിക്കേഷൻ വരും, ബട്ട് അല്ലാണ്ട് ഇത് വളരെ സിമ്പിളാണ്. സോ നമ്മൾ വളരെ ബേസിക് ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വൺ ഡയമെൻഷൻ, നമ്മൾ മോഷൻ വൺ സ്ട്രെയിറ്റ് ലൈൻ പഠിച്ചില്ലേ, അപ്പോൾ വൺ ഡയമെൻഷനകത്ത് പഠിച്ച അതേ രീതിയിൽ തന്നെ നമ്മൾ വൺ ഡയമെൻഷനകത്താണ് ഈ ഫോഴ്സ് ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് പണ്ട് ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞ ഓർമ്മയുണ്ടെന്ന് അറിയത്തില്ല. സോ ഫസ്റ്റ് എന്താ പറഞ്ഞത്, നമ്മൾ പഠിക്കേണ്ടത് കൈനമാറ്റിക്സ് ആണ്. കൈനമാറ്റിക്സിനെ പറ്റിയാണ് ഫസ്റ്റ് നമ്മൾ 2 ചാപ്റ്റർ പഠിച്ചത്. അതായത് 1 ഡയമെൻഷനും 2 ഡയമെൻഷനും, ഈ മോഷനെ സ്ട്രെയിറ്റ് ലൈനും മോഷനെ പ്ലെയിനും, ഈ 2 ചാപ്റ്ററിലും നമ്മൾ പഠിച്ചത് കൈനമാറ്റിക്സിനെ പറ്റി. കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സാധനം എന്തുകൊണ്ട് മൂവ് ചെയ്യുന്നു എന്ന് നമ്മൾ പറയത്തില്ല, എങ്ങനെ മൂവ് ചെയ്യുന്നു എന്ന് മാത്രമേ പറയത്തുള്ളൂ. ഓക്കെ, എന്തുകൊണ്ട്, എന്താ റീസൺ ബിഹൈൻഡ് ദ മോഷൻ. ഒരു പർട്ടിക്കുലർ, ഇപ്പോൾ ലെറ്റ്സ് ഒരു ബോൾ നിങ്ങൾ മോളിൽ പോകുന്നുണ്ട്, ആ മോളിൽ പോകുന്നതിൻ്റെ വെലോസിറ്റി എത്രയാണ്, അല്ലെങ്കിൽ അത് എത്ര ഹൈറ്റിലേക്ക് പോയി, ഈ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. എന്തുകൊണ്ട് അത് മുകളിലേക്ക് പോയി, എന്തുകൊണ്ട് അത് താഴത്തേക്ക് വന്നു, എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു പാത്ത് ഉണ്ടായി, ഇതൊന്നും നമ്മൾ ഈ 2 ചാപ്റ്ററിൽ പറഞ്ഞിട്ടില്ല. അതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. സോ ആ ഒരു ഫീൽഡായിരുന്നു ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഡൈനാമിക്സ്. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡൈനാമിക്സ് എന്ന് പറഞ്ഞൊരു ഐഡിയ ആണ്. അതായത് ഡൈനാമിക്സ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് തന്നെയാണ്. ആക്ച്വലി മെക്കാനിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ് ഡൈനാമിക്സ്. സോ ഡൈനാമിക്സിനെ പറ്റി പഠിക്കുന്നത്. സോ നമുക്ക് തുടങ്ങാം. ആദ്യം മുതൽ തന്നെ ഏറ്റവും വെരി ബേസിക്സ് നമുക്ക് തുടങ്ങാവുന്നതാണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. സോ ഫസ്റ്റ് നമ്മൾ എന്താണ് ഫോഴ്സ് എന്ന് ഒരു കൈൻഡ് ഓഫ് റഫായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടാക്കണം. എന്താണ് ഫോഴ്സ്, എന്താണ് നമ്മളൊരു ആളെ പുഷ് ചെയ്യുക, പുള്ള് ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പോൾ ലെറ്റ്സ് ഞാനിപ്പോൾ ഒരു കേസ് എടുത്തു. ഇപ്പോൾ നമുക്കൊരു ബോക്സ് ഉണ്ട് ഇവിടെ. ഓക്കെ, ഇവിടെ ഒരു ആളുണ്ട്, ഇത് പേഴ്സൺ എ, ഇത് പേഴ്സൺ ബി. ഓക്കെ, അപ്പോൾ പേഴ്സൺ എ ഇത് ഈ ബോക്സിനെ റൈറ്റിലേക്ക് പുഷ് ചെയ്തു, പേഴ്സൺ ബി ഈ ബോക്സിനെ ലെഫ്റ്റിലേക്ക് പുഷ് ചെയ്തു. ഓക്കെ, സോ എന്താണ് ഫോഴ്സ്? നമ്മളതിനെ ആക്ച്വലി എത്ര വാല്യൂ ഉണ്ടെന്ന് നമ്മൾ പറയില്ല. അതായത് ഫോഴ്സ് അപ്ലൈ ചെയ്തു, അതായത് അവർ അങ്ങോട്ട് പുഷ് ചെയ്തു, ഇയാൾ ഇങ്ങോട്ടേക്ക് പുഷ് ചെയ്തു, അത്ര മാത്രം. സോ എഫ് എ എന്ന് പറയുന്നത് റൈറ്റിലേക്കാണ്, എഫ് ബി എന്ന് പറയുന്നത് ലെഫ്റ്റിലേക്കാണ്. ഓക്കെ, സോ ഈ 2 ഫോഴ്സസ് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്ലൈ ചെയ്തേക്കുന്നത്. അത് ഒന്നുമില്ല, നിങ്ങൾ അപ്പുറത്ത് നിങ്ങൾ നിൽക്കാന്ന് വെച്ചോ, അപ്പുറത്ത് ഒരാളുണ്ട്, നടുക്കൊരു ബോക്സ് ഉണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് പുഷ് ചെയ്യുന്നു, ഓപ്പോസിറ്റ് ആൾ ഇങ്ങോട്ടേക്ക് പുഷ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ ഈ ബോക്സ് ഇവിടെയാണുള്ളത്, ഈ ബോക്സ് മൂവ് ചെയ്യുന്നില്ല എന്ന് വെച്ചോ. ഈ ബോക്സ് മൂവ് ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഇയാൾ അപ്ലൈ ചെയ്ത ഫോഴ്സും റൈറ്റ് സൈഡിലുള്ള ആൾ അപ്ലൈ ചെയ്ത ഫോഴ്സും ഈക്വൽ ആണ്. ഇപ്പോൾ ഈ ബോക്സ് മൂവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇയാൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് എക്സാക്ട്ലി ഈക്വൽ ആയിരിക്കും ഇയാൾ അപ്ലൈ ചെയ്ത ഫോഴ്സ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ബാലൻസ്ഡ് ഫോഴ്സസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ബാലൻസ്ഡ് ഫോഴ്സസ്. സോ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമ്മൾ 2 ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിനകത്തൊരു മോഷൻ ഉണ്ടാവുന്നില്ല. അത് എങ്ങോട്ടും ഇപ്പോൾ റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ മൂവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ഫോഴ്സസ് കുറേ ആക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇത് മൂവ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് ബാലൻസ്ഡ് ഫോഴ്സസ് എന്നാണ് അതിന് പറയാം. ഓക്കെ, ബാലൻസ്ഡ് ഫോഴ്സസ് അല്ലെങ്കിൽ ബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്നും പറയാം. നമുക്ക് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പുറമേ നിന്നുള്ള ഫോഴ്സ്, എക്സ്റ്റേണൽ ഫോഴ്സ്. ഇനി ഇപ്പോൾ ലെറ്റ്സ് സേ ഇത് കേസ് 1 ആക്കി നിങ്ങൾ എടുക്കുക. ഇതിനകത്ത് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നില്ല, നോട്ട് മൂവിങ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കേസ്. കേസ് 2 എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ കേസ് 2 ഇവിടെ എഴുതാം. കേസ് 2 എന്ന് പറയുന്നത് ഈ ബോക്സ് റൈറ്റിലേക്ക് മൂവ് ചെയ്തു. സോ ബോക്സ് റൈറ്റിലേക്ക് മൂവ് ചെയ്തു, റൈറ്റിലേക്ക് ഒരു മോഷൻ ഉണ്ടായി. റൈറ്റിലേക്ക് മോഷൻ ഉണ്ടായതിൻ്റെ അർത്ഥം എന്തെന്നാ? ഇപ്പോൾ ലെഫ്റ്റിൽ ഒരാൾ പുഷ് ചെയ്യുന്നുണ്ട്, റൈറ്റിൽ നിന്ന് ഒരാൾ പുഷ് ചെയ്യുന്നുണ്ട്. രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഇതിലേക്കാണ് പുഷ് ചെയ്ത സമയത്ത് അതിനകത്ത് മോഷൻ ഉണ്ടായിട്ടില്ല.
ഇപ്പോൾ ലെറ്റ്സ് സേ ഇതിനകത്ത് ഇത് റൈറ്റിലേക്ക് മൂവ് ചെയ്തു, അതായത് ഇയാൾ പുഷ് ചെയ്ത സമയത്ത് ഇത് റൈറ്റിലേക്ക് മൂവ് ചെയ്തു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ എഫ് ബി, അതുകൊണ്ടാണ് അത് റൈറ്റിലേക്ക് മൂവ് ചെയ്തത്. ഇനി കേസ് 2, ഇത് എ എന്ന് പറഞ്ഞൊരു കേസ്, കേസ് 2 ബി എന്ന് പറയുന്നത് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തെന്ന് വെച്ചു, ഇത് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും എഫ് ബി ഈസ് ഗ്രേറ്റർ ദാൻ എഫ് എ. ഓക്കെ, അങ്ങനെ പറയാൻ പറ്റും. സോ ഈ രണ്ട് കേസസിനെയാണ് നമ്മൾ അൺബാലൻസ്ഡ് എന്ന് വിളിക്കുന്നത്, അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ രണ്ട് കൈൻഡ്സ് ഓഫ് കേസസ് ഉണ്ട്. ഒന്നിനകത്ത് ബാലൻസ്ഡ് കേസാണ്, അതിനകത്ത് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നതെല്ലാം ഈക്വൽ ആയി വരികയാണെങ്കിൽ ബാലൻസ്ഡ് കേസ് എന്ന് പറയും. അല്ലെങ്കിൽ ഈ ബോക്സ് ഇപ്പോൾ ഇക്വിലിബ്രിയത്തിലാണെന്ന് നമുക്ക് പറയാം. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഈ ബോക്സ് നെറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, ഇതിനകത്ത് നെറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് 0 ആയിരിക്കും, ഇതിനകത്ത് നെറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് നോട്ട് 0 ആയിരിക്കും, ഇറ്റ്സ് നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, ഇത്രയും നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഫസ്റ്റ് ഐഡിയ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് നിങ്ങൾ മുമ്പ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഇത് ഐഡിയ. അതായത് ബാലൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും, അൺബാലൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് നെറ്റ് ഫോഴ്സ് നോൺ 0 ആയിരിക്കും, സം ഫോഴ്സ് അതിനകത്ത് എക്സേർട്ട് ചെയ്യുന്നുണ്ടാവും. ഇനി നിങ്ങൾക്ക് ചോദിക്കാം, ഇപ്പോൾ വേറെയും ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇതിൻ്റെ ഇപ്പോൾ വെയിറ്റ് താഴത്തേക്ക് ഉണ്ട്, പിന്നെ ഇത് അവിടെ നിൽക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലോർ മുകളിലേക്ക് ഒരു നോർമൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, അതും ഈക്വൽ ആണ്. അത് ഈക്വൽ ആണെന്നുകൊണ്ടാണ് ഇത് അവിടെ ഇരിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്നില്ല. അതിപ്പോൾ ഒന്നെന്നുണ്ടെങ്കിൽ മുകളിലേക്കോ അല്ലെങ്കിൽ താഴത്തേക്ക് പോകും. സോ ഇത്രയാണ് കാര്യങ്ങൾ, ബാലൻസ്ഡ് ആൻഡ് അൺബാലൻസ്ഡ് ഫോഴ്സ്. നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് ലോ ഓഫ് ന്യൂട്ടൺ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണ്, ആ പർട്ടിക്കുലർ പാർട്ട്, ഫസ്റ്റ് ലോ ഓഫ് ന്യൂട്ടൺ. ഇതിനകത്ത് അധികം മാത്ത് വരുന്നില്ല. ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു കൈൻഡ് ഓഫ് കോൺസെപ്ഷ്യൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, കോൺസെപ്റ്റ്സ് എങ്ങനെയാണ് ആക്ച്വലി നിങ്ങളുടെ കോൺസെപ്റ്റ് റെഡി ആയിരിക്കുന്നത് എന്നുള്ള അനുസരിച്ചായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. സോ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് ലോ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് ലോ ഓഫ് ഇനേർഷ്യ എന്നാണ്. ഓക്കെ, ലോ ഓഫ് ഇനേർഷ്യ, ഇതിനെ ലോ ഓഫ് ഇനേർഷ്യ. ഓക്കെ, ഇനേർഷ്യൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ബൈ ദ ടൈം നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്ന സമയത്തിൻ്റെ ഉള്ളിൽ ഞാൻ എന്താണ് ഇനേർഷ്യ എന്ന വേർഡിൻ്റെ മീനിങ് പറഞ്ഞുതരാം. സോ ലോ ഓഫ് ഇനേർഷ്യ. സോ എന്താണ് ലോ ഓഫ് ഇനേർഷ്യ? വളരെ സിമ്പിളാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുക ഇത് ലോ ആക്കി പറയണമെന്നൊക്കെ ആലോചിക്കും നിങ്ങൾ ആക്ച്വലി. സോ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് അത്രയും സിമ്പിളാണ്. സെക്കൻഡ് പാർട്ടിനകത്ത് മാത്രമേ ചെറുതായിട്ടൊരു നമ്മൾ കാണാത്തൊരു കേസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് ഭാഗം പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണെങ്കിൽ, അതായത് ഇത് മൂവ് ചെയ്യുന്നില്ല, ഇത് റെസ്റ്റിലാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ നെറ്റ് ഫോഴ്സ് എന്നത് നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ, അതായത് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിലോ ഇല്ലെങ്കിലോ അതിനകത്ത് ഇപ്പോൾ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്തൊന്ന് അതിനകത്തൊരു നെറ്റ് ഫോഴ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഡയറക്ഷനിൽ ഒരു പ്രത്യേക ഡയറക്ഷനിലേക്ക് പുഷോ പുള്ളോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒബ്ജക്റ്റ് റെസ്റ്റിൽ തന്നെ ഇരിക്കും. ഓക്കെ, ഈ ഒബ്ജക്റ്റ് റെസ്റ്റിൽ തന്നെ ഇരിക്കും, അത്ര മാത്രമേ ഉള്ളൂ. അതായത് അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ആക്കിയിട്ട് ഞാൻ പറയാം ഇതിൻ്റെ കേസ്. സോ an object at rest will remain at rest unless acted upon by an external unbalanced force. ഇതാണ് ഇതിൻ്റെ ഒരു പാർട്ട് 1 എന്ന് പറയുന്നത്. അതായത് ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ്. സോ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് വിൽ റിമെയിൻസ് അറ്റ് റെസ്റ്റ്, അത് അവിടെ തന്നെ ഇരിക്കും. ഇതിനകത്ത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ്, നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, എക്സ്റ്റേണൽ അൺബാലൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അൺബാലൻസ് ഫോഴ്സ് നമുക്കറിയാം. ഇപ്പോൾ കുറേ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ അൺബാലൻസ് ഒരു രീതിയിൽ ഒരു ഇംബാലൻസ് ഉണ്ടാക്കാത്ത ഫോഴ്സ്, അതായത് ഒരു മോഷൻ ഉണ്ടാക്കാത്ത ഫോഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പറയാം ഇതെന്തിനാ ഒരു ലോ ആക്കി എടുത്തതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, നമുക്കറിയാം ഒരു വസ്തു വെറുതെ എവിടെയെങ്കിലും വെച്ചിരിക്കുകയാണെങ്കിൽ അവിടെ തന്നെ ഇരിക്കും, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ആക്ച്വലി കുറച്ച് ഒരു രീതി പറഞ്ഞാൽ
നിങ്ങൾ ചിന്തിക്കേണ്ടത് ആക്ച്വലി. ഓക്കെ, നമുക്കറിയാം ഇപ്പോൾ ലെറ്റ്സ് സേ നിങ്ങൾ സൈക്കിള് പെഡൽ ചെയ്യാന്ന് വെച്ചോ. ഓക്കെ, നിങ്ങളൊരു സൈക്കിളിൽ പെഡൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സൈക്കിളിൽ പെഡൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ സൈക്കിൾ നിങ്ങൾ ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ നിങ്ങൾ പെഡൽ ചെയ്യണം എന്ന് വെച്ചോ. ഓക്കെ, അതായത് ഇതിപ്പോൾ നിങ്ങൾ സൈക്കിളിലാണുള്ളത്, ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുകയെന്ന് വെച്ചോ. ഓക്കെ, സൈക്കിൾ ഇങ്ങനെ പെഡൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊരു പർട്ടിക്കുലർ സ്പീഡിൽ നിർത്തണം എന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, ഓക്കെ എനിക്കൊരു ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കോൺസ്റ്റൻറ്റ് സ്പീഡിൽ പെഡൽ ചെയ്തുകൊണ്ട്, അതായത് ഒരു കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണ്ടേ. അപ്പോൾ ഞാൻ എന്താ പറയുക, അതായത് ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ പോകണമെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് ഫോഴ്സ് അതിനകത്ത് കൊടുത്താൽ മാത്രമേ അത് പോവുള്ളൂ. അരിസ്റ്റോട്ടിൽ എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് ഉണ്ട്, പണ്ടുണ്ടായിരുന്നതാണ്. പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോഴ്സ്, അതായത് ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് എഫേർട്ട് കൊടുത്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്കൊരു കോൺസ്റ്റൻറ്റ് സ്പീഡ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്കറിയാം ഇപ്പോൾ നോർമൽ സിറ്റുവേഷനകത്ത് അത് കറക്റ്റാണ്. ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാത്താണെങ്കിലും ഇയാൾ പെഡൽ ചെയ്യുന്ന നിർത്തിക്കഴിഞ്ഞാൽ, അതായത് സൈക്കിൾ ചവിട്ടുന്ന നിർത്തിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, സൈക്കിൾ മെല്ലെ വന്ന് നിൽക്കും. ഓക്കെ, സൈക്കിൾ നിൽക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കപ്പോൾ പറയാം, ഓക്കെ എനിക്കപ്പോൾ പെഡൽ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് എല്ലാവരും വിചാരിച്ചു വെച്ചത്. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, ഇപ്പോൾ ഈ സൈക്കിൾ എന്ന് പറയുന്നതിനകത്ത് എന്തെല്ലാം, ഇപ്പോൾ ടയർ ഉണ്ട്. ഇവിടെ ടയർ എന്ന് പറയുന്ന സംഭവത്തിനകത്ത് ഇവിടെ ഫ്രിക്ഷൻ ഉണ്ട്. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്, നമുക്കറിയാം. ഫ്രിക്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, അതായത് ഒരു കൈൻഡ് ഓഫ് റെസിസ്റ്റീവ് ഫോഴ്സ്. ഇപ്പം റബ്ബർ നമ്മൾ ഉരച്ച് കഴിഞ്ഞാൽ നമുക്കൊരു റെസിസ്റ്റ് ഫീൽ ചെയ്യത്തില്ല, ഒരു കൈൻഡ് ഓഫ് ആ മൂവ്മെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യുന്നൊരു ഫീൽ ഉണ്ടാവില്ല. അതാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ എയർ ഉണ്ടാവും, എയർ ഇയാളെ വന്ന് തട്ടുന്നുണ്ടാവും. പിന്നെ ഈ ഇപ്പോൾ സൈക്കിളിനകത്ത് ഇപ്പോൾ ചെയിനിൻ്റെ ഇടയിലുള്ള ഫ്രിക്ഷൻ ഉണ്ടാവും. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇതെല്ലാം നിങ്ങൾക്ക് എങ്ങനെയും ഒരു കൈൻഡ് ഓഫ് ഒരു ചെറിയൊരു റൂം ഡിസൈൻ ചെയ്തു, ഇതിനകത്ത് എയർ ഇല്ല, ഫ്രിക്ഷൻലെസ് സർഫസ് ആണുള്ളത്. ഈ സൈക്കിൾ എന്ന് പറഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആണ്, ഒരു ഫ്രിക്ഷനും ഒരു രീതിയിലുള്ള ഒരു എനർജി ലോസ് ഒന്നും ഇല്ലാത്തൊരു സംഭവമാണെന്നുണ്ടെങ്കിൽ ഈ സൈക്കിൾ നിങ്ങൾ ഒരു സ്പീഡ് എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ആ സ്പീഡിൽ തന്നെ പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിക്കാം, നിങ്ങൾ ക്യാരം ബോർഡ്സ് കളിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ക്യാരംസിനകത്ത് നമ്മൾ പൗഡർ ഇടുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്രിക്ഷൻ അതായത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങളൊരു വലിയ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന് അത്രയും വലുപ്പമുള്ള ഒരു ക്യാരം ബോർഡ് ഇമാജിൻ ചെയ്യുക, അവിടെ 0 ഫ്രിക്ഷനാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ക്യാരംസ് തട്ടിക്കഴിഞ്ഞാൽ അത് ഒരു പർട്ടിക്കുലർ സ്പീഡ് എത്തിയതിന് ശേഷം ആ സ്പീഡിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും, അത് നിൽക്കത്തേ ഇല്ല. ഇപ്പം നിങ്ങൾക്ക് അറിയാം, ഇപ്പം ബഹിരാകാശത്ത് പോയി കഴിഞ്ഞാൽ ഒരു സാധനത്തിന് ഒരു സ്പീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, അൺലെസ് എവിടെയും പോയി തട്ടി അല്ലെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും ഫോഴ്സ് എക്സേർട്ട് ചെയ്യാത്തടത്തോളം കാലം അതേ ഡയറക്ഷൻ തന്നെ പൊയ്ക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റി അച്ചീവ് ചെയ്യാനായിട്ട് ആക്ച്വലി എളുപ്പമാണ്. അതായത് ഇപ്പം എളുപ്പമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഈ വേൾഡിൽ നടക്കുന്നില്ല. കാരണം ഇത് വളരെ ഐഡിയലൈസ്ഡ് കേസിനകത്ത് നിങ്ങൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു ഒബ്ജക്റ്റ് ഉണ്ട്, അത് മൂവ് ചെയ്യുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ u ആണ്. ഇതിൻ്റെ മുകളിൽ ഒരു ഫോഴ്സും ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ആ സ്പീഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും, ആ സ്പീഡിൽ തന്നെ പോയിക്കൊണ്ടേയിരിക്കും. ഇതൊരു സ്ട്രെയിറ്റ് ലൈനിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ഓക്കെ, അതാണ് ഐഡിയ. സോ നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് പഠിക്കാം. ആൻ ഒബ്ജക്റ്റ് in motion will continue its state of motion unless acted upon by an external unbalanced force. അതായത് an object in motion, ഒരു വസ്തു മൂവ് ചെയ്യുകയാണെങ്കിൽ ആ വസ്തു ആ മോഷൻ തന്നെ നിൽക്കും ഇഫ് അതിൻ്റെ മുകളിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, അതാണ് ഫസ്റ്റ് ലോൻ്റെ കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. an object at rest or an object in motion will continue to be in the state of motion or state of rest unless acted upon by an external unbalanced force. അതാണ് ഇതിൻ്റെ ഐഡിയ. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് ലോ. ഇതിന് കുറേ എക്സ്പീരിമെൻറ്റ്സ് ആക്ച്വലി നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ജസ്റ്റ് ന്യൂട്ടൺസ് ലോ ഓഫ് ഇനേർഷ്യ എക്സ്പീരിമെൻറ്റ്സ് അടിച്ചാൽ മതി. നിങ്ങൾക്ക് ആക്ച്വലി ചെയ്യാൻ പറ്റുന്നൊരു എക്സ്പീരിമെൻ്റ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ചെയ്യാൻ പറ്റുന്ന എക്സ്പീരിമെൻ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ഗ്ലാസ് എടുക്കുക, അതായത്
ഒരു ഗ്ലാസ് എടുത്തിട്ട്, ഒരു ചെറിയ ഗ്ലാസ് എടുത്തിട്ട് അതിൻ്റെ മുകളിലൊരു ചെറിയ ഷീറ്റ് വെക്കുക, അല്ലെങ്കിൽ ഒരു പേപ്പർ വെക്കുക. അതിൻ്റെ ഷീറ്റിൻ്റെ മുകളിലൊരു കോയിൻ വെക്കുക, ഒരു 1 rupee കോയിൻ വെച്ചാൽ മതി. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് ഈ ഷീറ്റ് പെട്ടെന്ന് അങ്ങ് വലിക്കുക. പെട്ടെന്ന് അങ്ങ് വലിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഈ കോയിൻ നേരെ ഈ ഗ്ലാസ്സിലേക്ക് വീഴുന്നത്. ഓക്കെ, പിന്നെ ആക്ച്വലി വേറൊരു കാര്യങ്ങളുണ്ട്. BMW എന്ന് പറഞ്ഞിട്ടൊരു അതിൻ്റെ S1000RR എന്ന് പറഞ്ഞൊരു ബൈക്കുണ്ട്. അതിൻ്റെ ഒരു ആഡ് ഇതേപോലെ തന്നെ, അതിൻ്റെ ആക്സലേഷൻ കാണിക്കുന്ന ഒരു ഭാഗമാണ്. നിങ്ങൾ അതടിച്ച് നോക്കിയാലും ഇതേപോലെ തന്നെ കാണാൻ കഴിയും. അതായത് അവരൊരു ടേബിളിൽ കുറേ, അതായത് ഭക്ഷണ സാധനങ്ങളും പാത്രങ്ങളെല്ലാം വെച്ചിട്ട് ബൈക്കിൻ്റെ ഒരു എൻഡ് ഭാഗത്ത് ഈ മറ്റേ ക്ലോത്തിൻ്റെ അവിടെ അറ്റാച്ച് ചെയ്തിട്ട് ഇതങ്ങ് പുള്ളി ചെയ്യുന്നതാണ്. ആക്ച്വലി ആ ബൈക്കിൻ്റെ ആക്സലേഷൻ കാണിക്കുന്നതാണ്. സോ അത് പെട്ടെന്ന് അത് ആ പാത്രമെല്ലാം അവിടെ ഇരിക്കുകയും ചെയ്യും, എന്നിട്ട് ആ ഷീറ്റ് അങ്ങ് പോവുകയും ചെയ്യും. അത് ആ എക്സ്പെരിമെൻറ്റ്, ആ പർട്ടിക്കുലർ എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ആ ഒരു ആഡ് എന്ന് പറയുന്നത് അതായിരുന്നു. സോ ഇതൊക്കെ പിന്നെ നിങ്ങൾ ഇപ്പം ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു മരമുണ്ട്. ഇപ്പോൾ ലെറ്റ്സ് സേ നിങ്ങൾക്കൊരു മരം ഉണ്ടെന്ന് വെച്ചോ. ഇവിടെ ഇതിൻ്റെ മുകളിൽ ലെറ്റ്സ് സേ എന്തോ ഒരു ഫ്രൂട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ചെറിയൊരു മരമാണെന്ന് വെച്ചോ. ഇപ്പോൾ നിങ്ങൾ ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഫ്രൂട്ട് താഴെ വീഴുമല്ലോ. അപ്പോൾ അതൊന്ന് ആലോചിച്ച് നോക്കി, ഇത് ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഈ ഫ്രൂട്ട് എന്ന് പറയുന്നത് റെസ്റ്റിലാണുള്ളത്. ഓക്കെ, ഈ ഫ്രൂട്ട് എന്ന് പറയുന്നത് റെസ്റ്റിലാണുള്ളത്. സോ നിങ്ങൾ പെട്ടെന്ന് ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സ്റ്റോക്ക്, ഈ ഫ്രൂട്ട് റെസ്റ്റിൽ നിൽക്കുകയും ചെയ്യും, ഈ മരം മൊത്തത്തിൽ മൂവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്തിട്ട് താഴത്തേക്ക് പോകും, അതിൻ്റെ തണ്ട് ബ്രേക്ക് ചെയ്തിട്ട് താഴത്തേക്ക് വീഴുക. ഇനി ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്, അത് നിങ്ങൾക്ക് ആക്ച്വലി സംടൈംസ് എക്സാമിന് ചോദിക്കുന്നതായിരിക്കും എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ബസ്സിൽ നിൽക്കുകയെന്ന് വെച്ചോ. ഈ ബസ് ഇപ്പം മൂവ് ചെയ്യുന്നില്ല, ഈ ബസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ബസ് മൂവ് ചെയ്യുന്നില്ല, അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ നിങ്ങൾ അറ്റ് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണുള്ളത്. ഓക്കെ, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണുള്ളത്. സോ സഡൻലി ഈ ബസ് മൂവ് ചെയ്തു, അതായത് ആക്സിലേറ്റർ കൊടുത്ത് അങ്ങോട്ട് മൂവ് ചെയ്തു. മൂവ് ചെയ്ത സമയത്ത് എന്ത് സംഭവിക്കും? നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിലേക്ക് പോകും. അത് എന്തുകൊണ്ടായിരിക്കാം? ഒന്ന് ആലോചിച്ച് നോക്ക്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ആലോചിച്ച് നോക്കി എന്തുകൊണ്ടായിരിക്കും അത് നടക്കുന്നതെന്നുള്ളത്. അതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് ന്യൂട്ടൻ്റെ ബേസ് ചെയ്തിട്ട് പറയാൻ പറ്റും. സോ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ബസ് സഡൻലി മൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി എന്ന് പറയുന്നത് റെസ്റ്റിലാണുള്ളത്, നിങ്ങളുടെ ബോഡി മൂവ് ചെയ്യുന്നില്ല. സോ സഡൻലി നിങ്ങളുടെ കാലുകളാണ് ആദ്യം മൂവ് ചെയ്ത് തുടങ്ങുക. കാലുകൾ കാരണം മറ്റേ ബസ്സുമായിട്ട് അറ്റാച്ച് നിൽക്കുന്ന അത് ടച്ചിലുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ കാലല്ലേ. അപ്പോൾ കാല് പെട്ടെന്ന് മൂവ് ചെയ്യും. കാല് പെട്ടെന്ന് മൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബോഡി എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന്, കാല് മൂവ് ചെയ്യുന്ന അത്ര പെട്ടെന്ന് മൂവ് ചെയ്യില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ബോഡി ഈസ് അറ്റ് എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. ബോഡിക്ക് റെസ്റ്റിൽ നിൽക്കുന്നതാണ് താല്പര്യം. ബോഡിക്ക് അങ്ങനെ പെട്ടെന്ന് നമ്മൾ ഇപ്പോൾ കാല് ആദ്യം മൂവ് ചെയ്തു, പക്ഷേ ബോഡി എന്ന് പറഞ്ഞാൽ അറ്റ് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണ്. ആ ഹെസിറ്റേഷൻ ഉണ്ടാവും, അതായത് ആ ഒരു റെസിസ്റ്റൻസ് അങ്ങനെയൊക്കെ പറയാൻ പറ്റും, അത് ഉണ്ടാവും. അത് ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിലേക്ക് മൂവ് ചെയ്തു പോകും. ബാക്കിലേക്ക് നമ്മളിങ്ങനെ വീഴാൻ പോകുന്ന പോലെ പോകും ആക്ച്വലി. ഇനി നെക്സ്റ്റ് കേസ്, ഇപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം മൂവ് ചെയ്യുന്ന ഒരു ബസ്സാണെന്ന് വെച്ചാൽ, ഇതൊരു മൂവ് ചെയ്യുന്ന ബസ്സാണ്, ഇത് മൂവ് ചെയ്യുന്ന ബസ്സാണ്. ഓക്കെ, ഈ ബസ് സഡൻലി ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് നമ്മൾ മുമ്പിലേക്ക് വീഴും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് മുമ്പോട്ട് വീഴുന്നത്? അതും ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു കേസിനകത്ത് നമ്മളുടെ ബോഡിയും ഈ ബസ്സിൻ്റെ കൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ബസ് പെട്ടെന്ന് നിൽക്കുന്ന സമയത്ത് നമ്മുടെ കാലുകളാണ് ആദ്യം അതായത് പെട്ടെന്ന് നമ്മൾ സ്ലോ ഡൗൺ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ബോഡി നമ്മുടെ ബോഡി ടെൻസ് ടു മൂവ് ഫോർവേഡ്, അത് മുമ്പിലേക്കുള്ള മോഷനിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കേസ് കൊണ്ട് തന്നെ ബസ് പെട്ടെന്ന് നിൽക്കുന്ന സമയത്ത് നമ്മുടെ കാലുകൾ ആക്ച്വലി പെട്ടെന്ന് സ്ലോ ഡൗൺ ചെയ്യും. ബട്ട് നമ്മുടെ ബോഡി എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ബോഡി മുൻപോട്ടത്തേക്ക് പോകും. ബോഡി ഇങ്ങനെ മുമ്പോട്ടത്തേക്ക്, അതാണ് ബ്രേക്ക് പിടിക്കുമ്പോൾ നമ്മൾ മുമ്പോട്ടത്തേക്ക് പോയി പോകുന്നത്. ഓക്കെ, അത് ഈ ഒരു എക്സ്പ്ലനേഷനും നമുക്ക് ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ഇത്രയാണ് ലോസ് ഓഫ് മോഷൻ്റെ കേസ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഉണ്ട്. സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഞാൻ നിങ്ങൾക്ക് ഒരു കൈൻഡ് ഓഫ് ഒരു തോട്ട് തരാം, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക അത് എങ്ങനെ നിങ്ങൾ ഉത്തരം പറയുന്നുള്ളത്. സെക്കൻഡ് ലോ ഓഫ് മോഷൻ സിമ്പിളാണ്, പക്ഷെ അത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ലെവലിലല്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, പക്ഷേ അതൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക അതെങ്ങനെയാണ് കിട്ടുക എന്നുള്ളത്. സോ സെക്കൻഡ് ലോ എന്ന് പറയുന്നത്, സോ ഈ ഭാഗം ഞാൻ മാറ്റാം. സോ ഇത് സെക്കൻഡ് ലോ അല്ല, ലോ ഓഫ് ഇനേർഷ്യ അല്ല.
ഇത് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, നമുക്ക് പറയാം മറ്റൊരു ഫോഴ്സിനെ ഡിഫൈൻ ചെയ്യുന്നത് ക്വാണ്ടിറ്റി. നമ്മൾ ഇതുവരെ ആയിട്ട് ഫോഴ്സിനെ എന്താക്കിയിട്ടാണ് മനസ്സിലാക്കിയത്? ഐദർ ഒരു പുഷോ അല്ലെങ്കിൽ ഒരു പുള്ളോ ആയിട്ടാണ്. സോ ഇതിനകത്ത് നമ്മൾ എന്താണ് ഫോഴ്സ് എന്ന് നമുക്ക് തരികയാണ്. F ഈക്വൽ ടു ma. എഫ് എന്ന് പറയുന്ന ഫോഴ്സാണ്, എം എന്ന് പറയുന്ന മാസ്സാണ്. ഇത് മെഷർ ചെയ്യുന്നത് കിലോഗ്രാമിലാണ്, നിങ്ങൾക്കറിയാം. ആക്സിലറേഷൻ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ആക്സിലറേഷനാണ്. ഇത് മെഷർ ചെയ്യുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, സോ ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താ വരിക? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതിനെ നമ്മൾ ന്യൂട്ടൺ എന്ന് വിളിക്കും. ബിക്കോസ് ന്യൂട്ടൺ ആണ് ഇത് കണ്ടുപിടിച്ചത്. സോ അയാളുടെ പേരാണ് പുള്ളിയുടെ പേരാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഓക്കെ, സോ ന്യൂട്ടൺ എന്ന് വിളിക്കും. ഓക്കെ, സോ ഈ ഒരു കേസിനകത്ത് നമുക്ക് ഏതൊക്കെ ടേമിനെ പറ്റി അറിയാമെന്ന് നോക്കാം. നമ്മൾ പഠിച്ചേക്കുന്നത് ആക്സിലറേഷനെ പറ്റിയാണ്. ആക്സിലറേഷൻ നമുക്കറിയാം എങ്ങനെ മെഷർ ചെയ്യാമെന്ന്. അതായത് ഒരു വസ്തു മൂവ് ചെയ്യുകയാണെങ്കിൽ അയാളുടെ 2 പൊസിഷൻസ് എടുത്തു, x1 x2 t1 t2, 2 പൊസിഷൻസ് എടുത്തു. ഈ 2 പൊസിഷൻസ് എടുത്തുന്ന ഇതിൽ നിന്ന് നമുക്കൊരു വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ലെറ്റ്സ് സേ ഇതിനകത്ത് ഇപ്പോൾ മേ ബി x3 എന്ന് പറഞ്ഞൊരു പൊസിഷൻ കൂടെ എടുക്കാം. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റീസ് ഇത് v1 ഇത് v2. ഓക്കെ, വെലോസിറ്റീസ് കിട്ടി. ഈ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം ആണ് ആക്സിലറേഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതായത് എത്ര വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട് വിത്ത് റെസ്പെക്ട് ടു ടൈം. നിങ്ങൾക്കപ്പോൾ ഒരു സ്കെയിലും ഒരു വാച്ചും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും. സോ ദ ക്വസ്റ്റ്യൻ ഇസ് ദിസ്: എന്താണ് മാസ്? നമുക്ക് എങ്ങനെ മാസിനെ ഡിഫൈൻ ചെയ്യാം? ഓക്കെ, അപ്പോൾ ഞാനിത് അധികം ചോദിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന റെസ്പോൺസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരികയാണ്. നിങ്ങളുടെ ഒരു ലെറ്റ്സ് സേ ഒരു വലിയൊരു ഇരുമ്പിൻ്റെ ഒരു പീസോ ഒരു ബോൾ ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ, അതേ ഷേപ്പിലുള്ള നിങ്ങൾക്ക് ഒരു മരം കൊണ്ടുണ്ടാക്കിയ ഒരു ബോളും ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പിടിക്കുന്ന സമയത്ത് അറിയാം, ഓക്കെ, ഇരുമ്പിൻ്റെ പീസിന് വെയിറ്റ് കൂടുതലുണ്ടെന്ന് നമ്മൾ പറയും, മറ്റേ ഈ മരത്തിൻ്റെ പീസിനെയും കാട്ടിലും. ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ 2 പീസും എടുത്തുകൊണ്ട് ഔട്ടർ സ്പേസിൽ പോയി, അതായത് ഭൂമിൻ്റെ പുറത്ത് പോയി എന്ന് വെച്ചോ. അവിടെ നമുക്ക് ഗ്രാവിറ്റി ഇല്ല. ഓക്കെ, ഗ്രാവിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് വെയിറ്റ് കൂടുതലാണെങ്കിൽ, അതായത് ഇത് അയൺ ആണ്, ഇത് വുഡാണ്, ഇതിന് വെയിറ്റ് കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നത്തില്ല. കാരണം ഇത് രണ്ടും നിങ്ങൾ പിടിച്ചു നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരേപോലെ തന്നെയാണ് തോന്നുക. അതായത് ഇപ്പം നമ്മളിപ്പോൾ യൂഷ്വലി ഒരു കടയിൽ സാധനം മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ബാലൻസ് ഉണ്ടാവും. നമ്മളിവിടെ ഒരു വെയിറ്റ് വെക്കും, ഇവിടെ ഒരു വെയിറ്റ് വെക്കും. ഓക്കെ, ഇപ്പോൾ ഈ ഔട്ടർ സ്പേസിൽ പോയിട്ട് ഇവിടെ അയൺ വെച്ച് ഇവിടെ വുഡും വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ബാലൻസ് ആയത് നിൽക്കും. അതായത് ഇത് ഒരു ഭാഗത്തേക്ക് താഴത്തില്ല. പക്ഷെ ഭൂമിയിലാണ് വെച്ചെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇതിങ്ങനെ ലീൻ ചെയ്യും താഴത്തേക്ക്, ഈ ഭാഗത്തേക്ക് അത് ലീൻ ചെയ്യും. അപ്പോൾ നമ്മൾ പറയും ഇതിനാണ് ഭാരം കൂടുതൽ എന്ന് പറയും. പക്ഷേ ഔട്ടർ സ്പേസിനകത്ത് ഇരുമ്പ് വെച്ചാലും ഇപ്പോൾ വുഡ് സൈഡിൽ അപ്പുറത്ത് ഒരു ഡയറക്ഷനിൽ അവിടെ വെച്ചാലും ഇതിങ്ങനെ ബാലൻസ് ചെയ്തേ നിൽക്കത്തുള്ളൂ. സോ നമ്മൾക്കത് എങ്ങനെയാണ് മാസിനെ ഔട്ടർ സ്പേസിൽ മെഷർ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ചോദ്യമാണ്. ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു ആനനെ തരികയാണ്, എന്നിട്ട് ഒരു തക്കാളിനെ തന്നു വെച്ചോ. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സേ നിങ്ങൾ ഔട്ടർ സ്പേസിൽ പോയിട്ട് ഇത് രണ്ടും നിങ്ങൾ ഒരു വെയിങ് ബാലൻസിൻ്റെ അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനയ്ക്കും തക്കാളിക്കും ഒരേ വെയിറ്റ് ഉള്ള പോലെ തോന്നുക, ഒരേ മാസ് ഉള്ള പോലെ തോന്നുക. സോറി, വെയിറ്റ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല, മാസ് ഉള്ള പോലെയാണ് തോന്നുക. സോ അതെങ്ങനെ നിങ്ങൾക്ക് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇതൊന്ന് ചിന്തിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഇതിൻ്റെ ഉത്തരം തരുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ ദ സെഷൻ. താങ്ക് യു.